നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം മസ്കുലർ ഡിസ്ട്രോഫി എന്ന ജനിതക രോഗത്തെ പറ്റിയാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്നത് മാംസപേശികൾക്കുണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ഇത്തരം മാംസപേശികൾക്കുണ്ടാകുന്ന വൈകല്യം എത്രമാത്രം ഫലപ്രദമായി ആയുർവേദ ചികിത്സയിലൂടെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്തരം ജനിതക രോഗം ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മാംസപേശികളുടെ ഘടന, പ്രവർത്തനം, അതേപോലെ തന്നെ മാംസപേശികളുടെ മുറിവുകൾ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ സ്വാഭാവിക ഘടന നിലനിർത്തുക എന്നീ പ്രവർത്തനങ്ങൾ കാരണമായി തീരുന്നത് ഡിസ്ട്രോഫിൻ എന്നൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഡിസ്ട്രോഫിൻ എന്നൊരു ജീൻ ആണ് ഈ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നത്. ഇത് എക്സ് ക്രോമസോമിലാണ് ഉള്ളത്. അപ്പോൾ ഈ ജീനിൻ്റെ ഒരു അഭാവമാണ് പേശികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണമായി തീരുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ജനനസമയത്തോ കുട്ടിക്കാലത്തോ പ്രായപൂർത്തിയാകുമ്പോഴോ ഇത്തരം ലക്ഷണങ്ങൾ കൂടുതലായി പ്രകടമായി വരാറുണ്ട്. ഇനി നമുക്ക് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ രോഗികൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നം അവർക്ക് ഇരിക്കുന്നിടത്തു നിന്ന് എണീക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ കിടന്നിടത്തു നിന്ന് എണീറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാവുക. ഇതൊക്കെ അവർ കൂടുതലായിട്ട് ഇത്തരം പ്രശ്നമുള്ളവരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. OPD-യിലൊക്കെ അവർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിരൽ ഊന്നി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ കാഫ് മസിൽസ് ഒക്കെ കൂടുതലായി തടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് എക്സാമിനേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. സ്കോളിയോസിസ് ഉണ്ടാവും, നട്ടലിന് വളവുണ്ടായിരിക്കും. അതേപോലെ തന്നെ സന്ധികളോട് ചേർന്ന പേശികളിൽ കട്ടി കൂടുന്നത് കൊണ്ടും ചുരുങ്ങുന്നത് കൊണ്ടും ആ സന്ധികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ശ്വസനത്തെയും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയൊക്കെ സഹായിക്കുന്ന പേശികളെ ബാധിക്കുന്നതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളും ഇത്തരം രോഗികളിൽ ഉണ്ടാകും. ഇനി നമുക്ക് നോക്കേണ്ടത് ആയുർവേദ ചികിത്സ എങ്ങനെയാണ് ഈ ഒരു രോഗത്തെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, ഇതൊരു ജീനിൻ്റെ അഭാവം എന്ന് എടുത്തു തന്നെ പറഞ്ഞു. അപ്പം ഇതൊരു പാരമ്പര്യ രോഗമാണ്, ഈ ഒരു ജനിതക രോഗമാണ്. ഈ ഒരു ജീനിൻ്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു രോഗത്തെ പൂർണ്ണമായി മാറ്റുക എന്നുള്ളത് ഇതുവരെയും ഒരു ചികിത്സയിലും കണ്ടെത്താത്ത കാര്യമാണ്. പിന്നീടുള്ളത് ഈ മാംസപേശികളുടെ വൈകല്യത്തെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാംസപേശികൾക്ക് വൈകല്യം ഉണ്ടാകുമ്പോഴാണ് നട്ടലിന് ഉണ്ടാകുന്ന വളവിന് കാരണമാകുന്നത്. അതേപോലെ തന്നെ സന്ധികൾക്ക് ചുറ്റുമുള്ള പേശികൾ ചുരുങ്ങുകയും കട്ടികൂടുകയും ചെയ്യുമ്പോഴാണ് സന്ധികൾക്ക് വൈകല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രോഗിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ എത്രമാത്രം നമുക്ക് ചികിത്സയിലൂടെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ മുൻപ് ചെയ്ത പല വീഡിയോകളിലും സന്ധികളുടെ പ്രശ്നങ്ങളിലുള്ള ചികിത്സകളൊക്കെ പറയുന്നുണ്ട്. അതിൽ മാംസപേശികൾക്ക് കട്ടി കൂടുമ്പോൾ അയയാനും, അതേപോലെ തന്നെ ചുരുങ്ങി പോകുന്നതിന് കൂടുതൽ വികസിക്കാനും, അതുകൊണ്ട് മുറിവുകളുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുമുള്ള ചികിത്സകളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഞവരക്കിഴിയൊക്കെ കൂടുതലായിട്ട് എടുത്ത് പറയുന്ന ചികിത്സാ രീതികളാണ്. ഞവരക്കിഴി മാത്രമല്ല, വേറെ ഒരുപാട് ചികിത്സകളുണ്ട്. എങ്കിൽ കൂടി അത്തരം ചികിത്സാ രീതികളൊക്കെ കൂടുതലായിട്ട് മാംസപേശികൾക്ക് പ്രധാനമായിട്ടും മേധോമാംസദുഷ്ടി ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദത്തിൽ ചെയ്തു വരുന്ന ചികിത്സകളാണ്. അപ്പോൾ ഈ ഒരു ചികിത്സ മാത്രമല്ല, പ്രധാനമായും രോഗിയുടെ ഒരു ജീവിത ശൈലിയെ സഹായിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിനുള്ള ദൈനംദിന ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരുമെന്നാണ് പ്രധാനമായിട്ടും ചികിത്സ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. കൂടുതൽ ഈ ഒരു അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ കുറച്ചു കൊണ്ടുവരിക, പേശികൾക്കുണ്ടാകുന്ന ഡാമേജസ് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നൊക്കെയാണ് ചികിത്സ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകളും ചെയ്തു വരുന്നുണ്ട്. ഇതൊരു പ്രത്യേകിച്ചൊരു ജീനിൻ്റെ അഭാവം മൂലമുള്ള രോഗമായതുകൊണ്ട് ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ ഇതിനെയും കണ്ടെത്തിയിട്ടില്ല. പിന്നെ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ചു കൊണ്ടുവന്ന് അവരെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ആയുർവേദവും പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ അറിവിലേക്കാണ് ഇനി വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.